ഓ എത്തിയ ഭാഗ്യം. ഭാഗ്യം. ഞാൻ ഈ ഫോണിൽ കൂടെ ചൂടുവെള്ളം കോരി ഒഴിക്കും കേട്ടല്ലോ. നീ എടാ അവിടെ കിടന്നല്ല അറിയത്? നിന്നോട് ആരാ അവിടെ കിടന്ന് ഒച്ച വെച്ച് കൊളാക്കാൻ പറഞ്ഞേ? ഇല്ലടാ, പേടി വരുമ്പോ ഞാൻ പാട്ടും പാടി അവിടെ നിൽക്കാം. അത് വിട്. ഞാനേ വേറൊരു കാര്യം പറയാനാ വിളിച്ചേ. നമ്മളീ ഒളിച്ചുമ്പോ അത്തം തല്ലിയ അതെങ്ങനെ എന്റെ പ്രതികാരവും? അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. പറ കേക്കട്ടെ. ഞാനവനെ നേരിട്ട് ആക്രമിക്കാൻ പോവാ. എന്നിട്ട് എന്നെ കണ്ണോടെ തിരിച്ചെടുക്കും. നീ നേരിട്ട് ആക്രമിക്കോ തപാൽ വഴി ആക്രമിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നെ കൊണ്ട് പിടിക്കണ്ട. ഞാനൊരു ജോലിയും കണ്ടുപിടിച്ച് അവളെയും കെട്ടി സമാധാനപരമായി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. വെച്ചിട്ട് പോടാ. ഞാൻ മുഴുവൻ പറയട്ടെ, നീ ഒന്ന് കേക്ക്. പോടാ, വെച്ചിട്ട് പോടാ. പാട്ടി കാട്ടി ഇത്രയോട്ടൊന്ന് ഐഡിയ കിട്ടിയ. ഹലോ, ഐഡിയ പറ. അച്ഛാ, ഇതെവിടെയായിരുന്നു? ഇപ്പോഴാണോ സമയം കിട്ടിയത് വിളിക്കാൻ? അല്ലടാ, പെട്ടെന്ന് ഒരു ട്രെയിനിങ്ങിന് കയറേണ്ടി വന്നേ. നീ പറ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അത് വിടും. അച്ഛൻ എപ്പോഴും അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? കെട്ടിയെടുക്കുന്നു? ഇത് എവിടുത്തെ ഭാഷയാടാ? ഓ, എന്നാ ആഗമിക്കുന്നത്? ലീവ് അപ്രൂവ് ആവട്ടാ, കൊടുത്തിട്ടുണ്ട്. നീ ഏത് നേരം ഫോണിലേക്ക് ഇരുന്നോ? ഹലോ ഹലോ, കൃത്യസമയത്ത് കെട്ടിയെടുത്തോളൂ. പിന്നെ എല്ലാത്തിന്റെയും ടൈം കഴിഞ്ഞാണല്ലോ നമ്മൾ പോകേണ്ടത്. ഞാൻ ഈ കണ്ട കോളേജിലൊക്കെ കയറി ഇറങ്ങിയത് പിന്നെ എന്തിനാ വെച്ചു? ഇനി ടി വി ആണ്. കഴിഞ്ഞെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാ. അമേരിക്കയുടെ പോസ്റ്ററിംഗ് ആയിരുന്നു അവര് വിയറ്റ്നാമിനെ നിഷ്പ്രഭമാക്കുമെന്നുള്ളത്. ഇനി ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം, അമേരിക്കയുടെ ഈ പോസ്റ്ററിംഗ് അവഗണിച്ച് വിയറ്റ്നാം അമേരിക്കയെ അങ്ങോട്ട് ചെന്ന് അവരുടെ നാട്ടിൽ പോയി ആക്രമിച്ചിരുന്നുവെങ്കിൽ വിയറ്റ്നാമിന്റെ വിജയം ഇതിലും വലുതും എളുപ്പത്തിലുമായനെ. നിങ്ങൾ പറയുന്നത് വിയറ്റ്നാം അങ്ങോട്ട് ചെന്ന് അമേരിക്കയെ ആക്രമിക്കണമെന്നാണോ? പോകണമെന്നല്ല, പക്ഷേ പോയിരുന്നെങ്കിൽ അവരുടെ ഈ പോസ്റ്ററിംഗ് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള എന്റെ ആൾട്ടർനേറ്റ് തിയറി. പക്ഷെ ആരും അങ്ങനെ ചിന്തിക്കില്ല. എന്നാലും ഇതാരടാ? നീ ഒന്ന് പെട്ടെന്ന് റെഡിയായി, നിന്റെ അപ്പനൊന്ന് ഇറക്കണം. മരത്തിൽ കയറിയ? എടാ, മരത്തിന്നല്ല, സ്റ്റേഷനിന്ന്. അത്രേ ഉള്ളോ? ഒന്ന് പെട്ടെന്ന്. എടാ, ഈ പരിപാടി ഇപ്പൊ ആരായിരിക്കും? നീ അത് വിട്ടില്ല ഇതുവരെ? എനിക്ക് ആ സതീശന് നല്ല ഡൗട്ട് ഉണ്ട്. അങ്ങനെ കുറെ എണ്ണം കാണും. അതേ, ഒന്ന് പെട്ടെന്ന്, എന്നിട്ട് കോളേജിൽ പോകാനുള്ളതാ. പോയിട്ട് ഇപ്പൊ എന്തോന്ന് കാണിക്കാൻ? എടാ, പുതിയ പിള്ളേരുടെ അഡ്മിഷൻ മറന്നാ? നിക്കടാ പിടക്കാതെ. അമ്മ, ആൽത്തറ ഭാഗത്തേക്ക് നീ എന്തിനാ കഴിഞ്ഞാഴ്ച പോയത്? അമ്മ പ്ലഗ് ആദ്യം തിരിച്ചു. ഞാൻ ചോദിച്ചതിന് ആദ്യ ഉത്തരം പറ. നീ എന്നോട് പറയാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആൽത്തറ ഭാഗത്തേക്ക് പോയിരുന്നോന്ന്? എനിക്കെന്താ അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്? സത്യം പറ. നീ പിന്നെ ആ ചെക്കനുമായി വല്ല അടിയുണ്ടാക്കിയോ? എടാ, നിന്നോടാ. ചൂടാവണ്ട, ഞാനല്ല, അയാളാ തുടങ്ങിയത്. ആ ജംഗ്ഷന്റെ അവിടെ വെച്ച് എന്റെ സൈക്കിൾ അയാളുടെ ബൈക്കും പറഞ്ഞു എന്ന് പറഞ്ഞു. വേണ്ടാത്ത പറഞ്ഞ് എന്നെ സൈക്കിളിൽ നിന്ന് പിടിച്ച് തള്ളി താഴിട്ടു. അമ്മ ഇങ്ങനെ എല്ലാത്തിനും എന്റെ പുറകെ നടക്കണ്ട. എനിക്കറിയാം എന്താ വേണ്ടത്. ആരെങ്ങോട്ട്? ഇന്ന് നിന്റെ അഡ്മിഷൻ അല്ലേ? നീ മര്യാദയ്ക്ക് ഫയൽസും സർട്ടിഫിക്കറ്റും ആയിട്ട് ഇറങ്ങ്. ബാക്കി നമുക്ക് വൈകിട്ട് സംസാരിക്കാം. നിന്നോടാ വെച്ചു. ബഹളം വെക്കണ്ട, ഇറങ്ങാണ് പോരെ. ഇനി മേലാല ചെക്കന്റെ വീടിന്റെ പരിസരത്തേക്ക് പോയേക്കരുത്, കേട്ടല്ലോ? കേട്ടോന്ന്? കേട്ടു. അഡ്മിഷന്റെ DD എടുത്തോ? പോകുന്ന വഴിക്ക് എടുത്തോളാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്ത് ചെയ്യാനല്ലേ? കുറച്ചു നാളായി ആ ചെക്കനെ കുറിച്ച് കേൾക്കാത്തോണ്ട് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പതേ അവൻ പിന്നെ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വന്നേക്കുന്നു. ലതേ, അവര് വെട്ടും കുത്തും കൊലപാതകമൊക്കെ ആയിട്ട് നടക്കുന്ന കൂട്ടങ്ങളാണേ. ആര്? റോക്കോയോ? ആട്ടെ, മോൻ ഏത് കോളേജിലേ ചേച്ചി ചേർന്നിരിക്കുന്നേ? ഇവിടെ വേദവ്യാസ കോളേജില്. അവനെ എത്ര നല്ല കോളേജുകളിൽ നിന്നാ വിളി വന്നേന്നറിയോ? പക്ഷെ അവൻ ഇവിടെ നിന്നും വിട്ടു പോവണ്ടായിരുന്നു. അല്ല ചേച്ചി, ഏത് കോളേജെന്നാ പറഞ്ഞേ? വേദവ്യാസ കോളേജ്. ചേച്ചി, അവിടെയാ ഈ റോക്കോയും പഠിക്കുന്നത്. അല്ലല്ലേ, ബാലുവിന് ഇതറിയാൻ വഴിയില്ല.
ഇവൻ അവനെയും പറ്റിച്ചായിരിക്കും അവിടെ ചേർത്തത്. ഇതെന്താ മാർ എന്താടാ അത്ര ഗൗരവം? അമ്പലത്തിലൊക്കെ പോയാ? അതെ, ഇന്ന് ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കുന്ന ദിവസമോ. അല്പമൊക്കെ സന്തോഷവും കുറച്ചൊക്കെ സമാധാനവും അല്പനേരത്തേക്ക് ഉള്ളതെന്നറിയാം. അതങ്ങനെ നിന്നോട്ടെ, നശിപ്പിക്കരുത്. ഇതെന്താ? സോറി വേണം, സോറി ബാലു, സോറിയേ. എനിക്കൊരു അത്യാവശ്യ കാര്യം നിന്നോട് പറയാനുണ്ട്. നമ്മളീ പോണ കോളേജില്ലേ? ഹലോ ചിരിക്കപ്പന്ന് പേടിപ്പിക്കാതെ വന്നോടെ. പേടിച്ചാ വന്നോ? ആ വന്നു. ഡാ, നീ എന്താടാ ഇങ്ങനെ? ഇതൊരു ബാങ്കാണ്, ആ ഒരു മര്യാദയിലൊക്കെ ഒന്ന് പെരുമാറും. മഞ്ജു ഇതെവിടെ? ആറാ നിന്റെ മഞ്ജു. ചൂടാവല്ലേ, ഇതൊരു ബാങ്കല്ലേ. എടാ, നിനക്ക് പറ്റുമെങ്കിൽ കുറച്ച് മാസത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കാവോ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ഇതോട്ട് അവനോട് സംസാരിക്കും. ഞാൻ മഞ്ജു, ഇവനെ മഞ്ജേഷ്, പറ. ഇവൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നീ എന്നോട് പറഞ്ഞാൽ മതി. ഞാനായിരുന്നു നിന്റെ അടിമയെ. അളിയാ പ്ലീസ്. മാഡം പെട്ടെന്ന് കിട്ടതല്ലേ? അത് കുറച്ച് സമയം എടുക്കും. 20 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. അതിനുള്ള തന്നെ ഇവിടെ വെയിറ്റ്. ഇനി ഇതൊന്നും അവനോട് പറഞ്ഞേക്ക്. ഞാനാ ഇത് വെച്ചോ പ്ലീസ്. ഞാൻ ഇങ്ങനെ പോ. അതെ. ബാങ്കാണ്. ഇനി ഇടി ആവശ്യമില്ല. എന്റെ അമ്മോ, ഇവര് എടാ, ഇത് അവൻ പഠിക്കുന്ന കോളേജ് എന്താണ് പറയുന്നത്? പിടി വിട്. ഇവിടെ ഒരു ഗുണ്ടയുടെ കളിക്കുന്നുള്ള ബോധം നിനക്കുണ്ടോ? പിടി വിട്. പറഞ്ഞാ നീ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നോണ്ടാ പറയാതിരുന്നത്. ആളുകൾ നോക്കുന്ന നീയല്ലേ നാണക്കേടിന്റെ ആള്? എന്തൊരു പവറാടാ നിനക്ക്. എടാ, നീയും കൂടി വിചാരിച്ചാൽ നമുക്ക് ഒരുമിച്ച് തീർക്കാവുന്നുള്ള ആ റോക്കോയെ. നീ നടങ്ങ്. അവ ഒന്ന് പറഞ്ഞോട്ട് ഞാൻ തീർക്കാം. നീ എന്തിനാ ചുമ്മാ ചൂടാവുന്നത്? നിന്നോട് ആരാ പറഞ്ഞ അവൻ ഗുണ്ടയെന്ന്? നിന്റെ അമ്മ പിന്നല്ലേ താരാ? എന്റെ അമ്മയെ? എടാ, എന്റെ അമ്മയുടെ അഭിപ്രായത്തിൽ എന്റെ അച്ഛനാ ഏറ്റവും വലിയ ഗുണ്ട. താങ്ക് യു. ഹലോ, സാവിത്രിയോ? എന്താ? ഒന്ന് നാട്ടി വരണം, എത്രയും പെട്ടെന്ന്. വരാലോ. അല്ല, എന്താ? എന്തിനാ? എടാ, ഈ റോക്കോയുടെ അച്ഛനാണ് ഗുണ്ട. അവൻ വെറും ഒരു പോസ്റ്ററിംഗ് ആണ്. പോസ്റ്ററിംഗ് എന്താ ആന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എന്താണോ? അതെ, എന്താ പ്രശ്നമെന്ന്. എടാ, നിനക്കും മഞ്ജുവിനും വേണ്ട കോമേഴ്സ് ആ കോളേജിലുണ്ടോ? ഉണ്ട്. ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ട ഏതെങ്കിലും കോഴ്സ് ആ കോളേജിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ നമ്മുടെ പഠിത്തത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ റോക്കോ, എടാ, അവനെ എനിക്കുള്ളൊരു ബോണസായി മാത്രം നീ കണ്ടാ മതി. അങ്ങോട്ട് നീ കൂടുതൽ ആലോചിച്ച് തലപോക്കാതെ വന്നേ. അഡ്മിഷൻ ലേറ്റ് ആയില്ലേ? ഉള്ള സീറ്റോടെ പോവും, പറഞ്ഞേക്കാം.